ആരോഗ്യകരമായ ആഹാരക്രമത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ. സാധാരണ നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? നല്ല ചൂട് ചോറ്, ഒരു തോരൻ, എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി. മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ മീൻ വറുത്തതോ കറിയോ. ഇതേ ഭക്ഷണങ്ങളിൽ ഒരല്പം മാറ്റം വരുത്തി കഴിച്ചാൽ തന്നെ നല്ല തുടക്കമായി. ഇതിനായി ഒരു 9 ഇഞ്ച് വലിപ്പമുള്ള പാത്രം എടുക്കുക. ആദ്യം പാത്രത്തെ 2ആയി ഭാഗിക്കുക. ഇതിൽ ഒരു ഭാഗം മുഴുവൻ പച്ചക്കറികൾ വേണം കഴിക്കാൻ. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ 2 മുഷ്ടിയുടെ അളവ്. ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളും ധാതുക്കളും അടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങൾ ലഭിക്കുന്നത് പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ്. ഇനി ഒരു മുഷ്ടിയുടെ അളവിന് ചോറ് വിളമ്പാം. ചോറിൽ നിന്ന് ശരീരത്തിന് പ്രധാനമായും ഊർജം നൽകുന്ന കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കും. ഇനി നമ്മുടെ 4 വിരലുകളുടെ ഉൾഭാഗം വരുന്നത്ര മാംസ്യങ്ങൾ അഥവാ പ്രോട്ടീനുകളും ആരോഗ്യദായകമായ കൊഴുപ്പുകളും കഴിക്കണം. മാംസം, മത്സ്യം, മുട്ട തുടങ്ങിയ പ്രോട്ടീനുകളുടെ ഉറവിടങ്ങളാണ്. പയറുകൾ, സോയ, കടലകൾ തുടങ്ങിയ സസ്യാഹാര ഉറവിടങ്ങളിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കും. കാർബോഹൈഡ്രേറ്റ്, മാംസ്യം, കൊഴുപ്പ് എന്നിവയെ സ്ഥൂല പോഷകങ്ങൾ എന്നാണ് പറയുന്നത്. സൂക്ഷ്മ പോഷകങ്ങളും സ്ഥൂല പോഷകങ്ങളും കൃത്യമായി കഴിക്കുമ്പോഴാണ് അതൊരു സമീകൃത ആഹാരമായി മാറുന്നത്. ഇതൊരു നല്ല തുടക്കമാകട്ടെ. മുതലാളിത്ത താല്പര്യങ്ങൾ ഭക്ഷണങ്ങളിലേക്കും കൈകടത്താൻ തുടങ്ങിയത് മുതൽ നമ്മുടെ ഭക്ഷണ രീതികളും മാറി തുടങ്ങി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണം കുറഞ്ഞ അരി വരാൻ തുടങ്ങിയത് മുതൽ നാടൻ തവിട്ടരിയുടെ ഉപയോഗം തീരെ ഇല്ലാതെയായി. പലഹാരങ്ങൾക്ക് പച്ചരിയും ചോറിന് പുഴുങ്ങി മില്ലിൽ കുത്തിച്ച വെളുത്ത അരിയും നമ്മൾ ശീലമാക്കി. മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ പതിവ് ഭക്ഷണമായി മാറുകയും പഞ്ചസാരയുടെ ഉപയോഗം ഇക്കാലയളവിൽ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. സമീകൃത ആഹാരം അങ്ങനെ മലയാളികളുടെ അടുക്കളയിൽ നിന്നും പതുക്കെ പടിയിറങ്ങി തുടങ്ങി. തവിടിലടങ്ങിയ ഫാറ്റി ആസിഡ് അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്നത് മൂലം തവിട്ടരി ഏറെക്കാലം കേടുകൂടാതെ സൂക്ഷിക്കാനാകില്ല എന്ന കച്ചവട താല്പര്യമായിരുന്നു അരി വെളുപ്പിക്കാനുണ്ടായ മുഖ്യ കാരണം. ഭക്ഷ്യനാരുകൾ, ധാതുക്കൾ, ജീവകങ്ങൾ, 70ഓളം വരുന്ന ആന്റി ഓക്സിഡന്റുകൾ എന്നിങ്ങനെ നിരവധി പോഷകങ്ങളുടെ കലവറയാണ് നമ്മളിങ്ങനെ ഉപേക്ഷിച്ച തവിട്ടരി. ഒരു ദിവസം നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 50% മേൽ ഊർജം ലഭിക്കുന്നത് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മികച്ച ധാന്യകങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ്. എന്ന് കരുതി അരി മാത്രമല്ല ഒരു പ്രധാന കാർബോഹൈഡ്രേറ്റിന്റെ സ്രോതസ്. ചില കാർബോഹൈഡ്രേറ്റുകൾ മറ്റുള്ളവയേക്കാൾ ആരോഗ്യദായകമാണ്. അവ ഏതൊക്കെയെന്നും അതിന്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയെന്നും അടുത്ത ഭാഗത്തിൽ. എന്നാ ശരി, കാണാട്ടാ.